സ്വകാര്യ ബസ്സുകൾ നിലനിർത്താൻ നടപടി സ്വീകരിക്കണമെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ. പ്രിയദർശിനി പദ്ധതി ഉദ്ഘാടനം ചെയ്തത് സ്വകാര്യ ബസ്സുകളുടെ മരണമണി മുഴക്കിക്കൊണ്ടാണെന്ന് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി. റോഡ് ടാക്സ് വർദ്ധിപ്പിക്കാനും വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്ക് 50% വർദ്ധിപ്പിക്കാനും സർക്കാർ തയ്യാറാകണമെന്ന് ബസ് ഉടമകൾ ആവശ്യപ്പെട്ടു. സ്വകാര്യ ബസ്സുകൾ നിലനിർത്താൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. പെട്രോളിന്റെ വില വർധനവ്, ഡീസലിന്റെ വിലക്കയറ്റം, ടയർ ഓയിൽ ഗ്രീസ്, ടയർ റീട്രെഡിംഗ് ഉൾപ്പെടെ വലിയ ചെലവാണ് സ്വകാര്യ ബസ് മേഖല നേരിടുന്നത്. ഈ സാഹചര്യത്തിൽ ബസ്സുകളിൽ 60% വരുന്ന സ്ത്രീ യാത്രികർക്ക് KSRTCയിൽ മാനദണ്ഡങ്ങളില്ലാതെ സൗജന്യ യാത്ര അനുവദിച്ചത് സ്വകാര്യ ബസ്സുകളുടെ മരണമണി മുഴക്കുന്നതിന് തുല്യമാണെന്ന് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ ആരോപിച്ചു. ലക്ഷത്തിലധികം തൊഴിലാളികൾക്ക് നേരിട്ടും അനുബന്ധമായി 10,000-കണക്കിന് പേർക്ക് തൊഴിൽ നൽകിയിരുന്ന മേഖലയെ നശിപ്പിച്ചുകൊണ്ട് 100-200 പേർക്ക് തൊഴിൽ നൽകുന്ന വമ്പൻ കമ്പനികളെ നികുതി ഇളവുകൾ നൽകി കേരളത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടുവരാൻ സർക്കാർ ശ്രമിക്കുകയാണ്. അവശേഷിക്കുന്ന ബസ്സുകൾ വാടകയ്ക്കെടുക്കുകയോ ഇന്ധന നികുതി ഒഴിവാക്കിക്കൊണ്ട് ഡീസൽ റേഷൻ സമ്പ്രദായത്തിൽ നൽകിയും റോഡ് ടാക്സ് ഒഴിവാക്കിയും വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് 50% പൊതുഗതാഗത രംഗത്ത് മുഖ്യ പങ്ക് വഹിക്കുന്ന സ്വകാര്യ ബസ് വ്യവസായത്തെ നിലനിർത്താൻ നടപടി സ്വീകരിക്കണമെന്ന് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് പാലമുറ്റത്ത് വിജയകുമാർ ആവശ്യപ്പെട്ടു. പ്രിയദർശിനി വനിതാ സൗജന്യ യാത്രാ പദ്ധതി കേരളത്തിലെ സ്വകാര്യ ബസ്സുകളുടെ മരണമണി മുഴക്കിക്കൊണ്ടാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. കേരളത്തിൽ ഏതാണ്ട് 36,000-ഓളം സ്വകാര്യ ബസ്സുകൾ ഉണ്ടായിരുന്നത് കാലാകാലങ്ങളിലുള്ള സർക്കാരുകളുടെ നയവൈകല്യങ്ങൾ മൂലം ഇന്ന് 1/3 കുറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഡീസലിന് വില വർദ്ധിച്ചതോടുകൂടി പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കൊണ്ടുള്ള റബ്ബർ, റെഡ് റബ്ബർ തുടങ്ങിയ എല്ലാ സാധനങ്ങൾക്കും വലിയ തോതിൽ വില വർദ്ധിച്ചു. ദൈനംദിനം 1000-ൽ-പരം രൂപയുടെ ചിലവ് 1000-ൽ തന്നെ വർദ്ധിച്ച് വളരെ ബുദ്ധിമുട്ടിൽ കേരളത്തിലെ സ്വകാര്യ ബസ്സുകൾ മുമ്പോട്ട് പോകുമ്പോഴാണ് ഇരുട്ടടി പോലെ ഈ KSRTCയിൽ വനിതാ സംവരണം കൂടി നടപ്പാക്കിയിരിക്കുന്നത്. വനിതകൾക്ക് സൗജന്യ യാത്രയും കൂടി നടപ്പാക്കിയിരിക്കുന്നത്. ഇന്ന് ഏതാണ്ട് ബസ്സുകളിൽ 60%-ഓളം സ്ത്രീ യാത്രക്കാരാണ് KSRTC ആയാലും പ്രൈവറ്റ് ആയാലും നിലവിലുള്ളത്. ആ KSRTCയിൽ ഫ്രീ യാത്ര എന്ന് പറയുമ്പോൾ പ്രൈവറ്റ് ബസ്സിൽ ഉള്ള യാത്രക്കാരിൽ നല്ലൊരു ശതമാനം ആളുകളും ഈ ഫ്രീ യാത്രയെ ആശ്രയിക്കും. വരുമാനമുള്ള നല്ല ലക്ഷക്കണക്കിന് രൂപ ശമ്പളമുള്ള സ്ത്രീകൾ വരെ ഈ ഫ്രീ യാത്രയ്ക്ക് പോകും എന്നാണ് ഞങ്ങൾ ഭയപ്പെടുന്നത്. അങ്ങനെയാകുമ്പോൾ പ്രതിദിനം ഇന്ധന ചെലവിന് തന്നെ 7,000-ൽ-പരം രൂപ ഒരു ബസ്സിന് വേണം. ആ ഇന്ധനത്തിൻ്റെ പൈസ പോലും യാത്രാ ടിക്കറ്റിനത്തിൽ ബസ്സുകൾക്ക് ലഭിക്കില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ആശങ്ക. അങ്ങനെ വരുമ്പോൾ KSRTCക്ക് ഇന്ന് ഒരു മാസം 125 കോടിയാണ് ശമ്പളത്തിനും മറ്റു കാര്യങ്ങൾക്കുമായി സർക്കാർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് വീണ്ടും ഒരു 100 കോടി വീതം കൊടുത്ത് KSRTCയെ ഒരുപക്ഷെ സർക്കാർ നിലനിർത്തുമായിരിക്കും. 4,000 KSRTC ബസ്സുകൾ മാത്രമാണ് കേരളത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ പ്രൈവറ്റ് ബസ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ കിട്ടുന്ന വരുമാനം കൊണ്ട് വേണം ഡീസൽ അടിക്കാനും അതേപോലെ തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കാനും ഇതിൻ്റെ മെയിൻ്റനൻസ് നടത്താനും അതേപോലെ റോഡ് ടാക്സും ഇൻഷുറൻസും അടക്കം ചെയ്യുന്നത്. അപ്പോൾ സർക്കാർ ഈ വലിയ പൊതുയാത്രാ സംവിധാനത്തിൽ, പൊതുഗതാഗത സംവിധാനത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന സ്വകാര്യ ബസ്സുകളെ കൂടി നിലനിർത്താനുള്ള നടപടി സ്വീകരിക്കണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, കായംകുളം.